മുഹമ്മ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയോത്സവമായി സംഘടിപ്പിക്കുന്ന പാതിരാമണൽ ഫെസ്റ്റ് ഡിസംബർ 26-ന് തീയതി തെളിയും. വൈവിധ്യമാർന്ന പരിപാടികളോടെ 5 ദിവസങ്ങളായി നടക്കുന്ന ഫെസ്റ്റ് ഡിസംബർ 30-ന് സമാപിക്കും. നമ്മൾ പാതിരാമണൽ ഫെസ്റ്റ് 2ാം വെർഷൻ ഡിസംബർ 26 മുതൽ 30 വരെ വിവിധ സാംസ്കാരിക ഘോഷയാത്ര, അതുപോലെ തന്നെ വിവിധ കലാപരിപാടികൾ, സെമിനാറുകൾ, ചിത്രരചനാ മത്സരം, ഫിലിം ഫെസ്റ്റ് അടക്കമുള്ള വിവിധ പരിപാടികളോടുകൂടി വളരെ വിപുലമായി സംഘടിപ്പിക്കുകയാണ്. ഇതിൻ്റെ 1-ാം ദിവസം വൈകിട്ട് 4 മണിക്ക് സാംസ്കാരിക ജാഥയോടുകൂടിയാണ് നമ്മുടെ ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം. ഫെസ്റ്റ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർ ഉദ്ഘാടനം ചെയ്യും. ഈ അവസരത്തിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും. മുഹമ്മദ് റിയാസ് ടൂറിസം വകുപ്പ് മന്ത്രി ഇതിനകത്ത് മുഖ്യ സന്ദേശം നൽകും. അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ആദരണീയനായ MP ശ്രീ KC വേണുഗോപാൽ, മുൻ MP ശ്രീ AM ആരിഫ് അടക്കമുള്ള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ വിവിധ ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഉദ്ഘാടന സമ്മേളനം നടക്കും. അതിനുശേഷം പാലക്കാട് നിഴലിൻ്റെ നാടൻ പാട്ട് ആണ് 1-ാം ദിവസത്തെ പരിപാടി. മുഹമ്മ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയോത്സവമായി സംഘടിപ്പിക്കുന്ന പാതിരാമണൽ ഫെസ്റ്റിന് 26-ന് തുടക്കമാവും. വൈവിധ്യമാർന്ന പരിപാടികളോടെ 5 ദിവസമായി ഒരുക്കുന്ന ഫെസ്റ്റ് 30-ന് സമാപിക്കും. പാതിരാമണലിലും കായ്പുറത്തും മറ്റുമായി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റ് കാണാൻ വിദേശീയരും അല്ലാത്തവരുമായ 1,00,000-ഓളം പേർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയ ദ്വീപിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ഒരുക്കിയിട്ടുള്ള ഫെസ്റ്റ് 26-ന് സാംസ്കാരിക ഘോഷയാത്രയോടെ ആരംഭിക്കും. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഫെസ്റ്റിന് തിരിതെളിക്കും. ചടങ്ങിൽ മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് മുഖ്യ പ്രഭാഷണം നടത്തും. KC വേണുഗോപാൽ MP മുഖ്യ അതിഥിയാവും. മുഹമ്മയിലെ പ്രതിഭകളെ മുൻ MP AM ആരിഫ് അനുമോദിക്കും. ഫെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബുവും വൈസ് പ്രസിഡന്റ് NT രജിയും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർഡുകളിലെ കുടുംബശ്രീ അംഗങ്ങൾ, അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ, പിന്നെ വായനശാലകൾ, ഗ്രന്ഥശാലകൾ, സാംസ്കാരിക സംഘടന അടക്കം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ ഉത്സവമായി ഇത് മാറിത്തീർന്നിരിക്കുകയാണ്. എല്ലാവരും തന്നെ നമ്മുടെ ഈ ഫെസ്റ്റിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അവരെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെയാണ് ഈ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെയുള്ള ജൈവ വൈവിധ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് ഈ ഭൂപ്രദേശത്തെ എത്തിക്കുക, അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് അറിയിക്കുക എന്നുള്ളതും അങ്ങോട്ടേക്ക് ആകർഷിക്കുക എന്നുള്ളതുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ വിവിധങ്ങളായ ഗവൺമെൻറ് ഏജൻസികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരിക, ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, നാട്ടുകാരെ ഇങ്ങനെയുള്ള ഭൂപ്രദേശം ഒന്നുകൂടി അറിയിക്കുക എന്നുള്ളതാണ്.